നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പുനലൂർ സെന്ററിന്റെ അവലോകന യോഗവും വോളണ്ടിയർ സംഗമവും ഞായറാഴ്ച സെന്ററിൽ നടന്നു. പ്രസിഡന്റ് എസ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സലീംകുട്ടി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെന്ററിന്റെ തുടർ നടത്തിപ്പുകൾക്കായി വിവിധ സബ് കമ്മിറ്റികൾക്ക് രൂപം നൽകി. സാമ്പത്തിക സമാഹരണം ലക്ഷ്യമിട്ട് ECS ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. ECS ഫോമുകൾ പൂരിപ്പിക്കുന്നതിനെ കുറിച്ച് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അക്ഷയ് ബാബു വിശദീകരണം നൽകി. കമ്മിറ്റി അംഗമായ തോമസ് താൻ പുതുതായി ആരംഭിക്കുന്ന വ്യാപാര സ്ഥാപനത്തിന്റെ ലാഭത്തിൽ നിന്നുള്ള ഒരു വിഹിതം സെന്ററിന് നൽകാമെന്ന് അറിയിച്ചു. കമ്മിറ്റി അംഗം ഷെരീഫ് ആശംസ നേർന്നു. സെൻട്രൽ കൗൺസിൽ അംഗം ബാബുക്കുട്ടൻ നന്ദി പറഞ്ഞു. തിരുവല്ല സെന്റർ റിവ്യൂ മീറ്റിംഗ് നടത്തി. ആൽഫ ഗവേണിംഗ് കൗൺസിൽ അംഗം ചന്ദ്രമോഹൻ നായർ, വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, സെന്റർ സെക്രട്ടറി KS പ്രകാശ്, ട്രഷറർ വിജയമോഹൻ AB, സെൻട്രൽ കൗൺസിൽ മെമ്പർ ദീപ്തി നായർ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ എബിൻ മാത്യൂസാം, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ അസ്ന ഇസ്മയിൽ, നിർമ്മല ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. നാളെ നടക്കുന്ന ദേശീയ പണിമുടക്കിൽ ഗതാഗതം തടസ്സപ്പെടാനുള്ള സാധ്യത പരിഗണിച്ചും വിവിധ ജില്ലകളിൽ നിന്ന് നഴ്സുമാർ പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ടും ആൽഫ തറവാട്ടിൽ നാളെ നടത്തുവാൻ തീരുമാനിച്ചിരുന്ന നഴ്സസ് പരിശീലന പരിപാടിയുടെ പരീക്ഷ ജൂലൈ 16 ബുധനാഴ്ചയിലേക്ക് മാറ്റിവെച്ചതായി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കട്ടപ്പന കേന്ദ്രീകരിച്ച് ലിങ്ക് സെന്റർ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉപ്പുതറ പഞ്ചായത്തിൽ യോഗം നടത്തി. ഉപ്പുതറ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ഇന്നലെ രാവിലെ 11:30 നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പങ്കെടുത്ത 13 ജനപ്രതിനിധികൾക്ക് ആൽഫ ഇടുക്കി ജില്ലാ കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ലിഡ സിറിയക് ആൽഫയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. തുടർ പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിക്കാൻ ഉടൻ തന്നെ വിപുലമായ യോഗം വിളിക്കാൻ കമ്മിറ്റി തീരുമാനിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.